എല്ലാവർക്കും പി കെ ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും വരുന്ന SCRT പോർഷനുകളാണ്. അപ്പോൾ നമുക്കറിയാം കേരള ജോഗ്രഫി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് വരുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ ഫിസിയോഗ്രഫി വരും അല്ലേ, കേരളത്തിൻ്റെ കാലാവസ്ഥ, കേരളത്തിലുള്ള മണ്ണ്, അങ്ങനെയുള്ള കുറച്ച് പോർഷനുകൾ. ഇതുകൂടാതെ കേരളത്തിലെ വിള അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷി രീതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ കേരള ജോഗ്രഫി എന്ന് പറയുന്ന ആ ഒരു വലിയ സബ്ജക്റ്റിൻ്റെ കീഴിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന പാഠത്തിൻ്റെ പേരെന്ന് പറയുന്നത് തന്നെ 5ാം ക്ലാസ്സിലുള്ള സ്റ്റാൻഡേർഡ് 5ലുള്ള ഭാഗങ്ങളാണ്. അതായത് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഓരോരോ ചാപ്റ്ററുകളിൽ നിന്നും, അല്ലെങ്കിൽ ചാപ്റ്റർ മാത്രമായിട്ടല്ല നമ്മൾ നോക്കുന്നത്, ഒരു ടോപ്പിക് എടുക്കുന്നു, ആ ടോപ്പിക്കിൽ നിന്നും വരുന്ന പാഠഭാഗങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിനകത്ത് ഈ കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുമുള്ള ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുമുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ആഡ് ചെയ്തു പോയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നാടറിയാം എന്നുള്ള ആ ഒരു പാഠം പഠിച്ചുകൊണ്ട് നമുക്ക് SCRT ഭാഗത്ത് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ ആദ്യം കേരളത്തിൻ്റെ ഒരു മാപ്പ് നമ്മുടെ മനസ്സിൽ വേണം അല്ലേ. എന്നാലേ ആ ഭൂപ്രകൃതി വിഭാഗങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്ത് തന്നെ സവിശേഷതകളാണെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ആദ്യം കേരളത്തിൻ്റെ ഭൂപ്രകൃതി, അതിൻ്റെ ഒരു മാപ്പാണ് ആ പാഠഭാഗത്തിൽ നമുക്ക് ആദ്യമായിട്ട് തന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇടനാട്, മലനാട്, തീരപ്രദേശം എന്ന് പറയുന്ന ഒരു ഫിസിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കേരളത്തിൽ മലനാട് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു മേഖലയാണ് മലനാട് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ മലനാട് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു മേഖല എന്ന് പറയുന്നത് എന്താണ്? ഇടനാട് മേഖലയാണ് അല്ലേ, ഇടനാടാണ്. അതിനുശേഷം നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ കടലുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗം എന്താവുന്നു? തീരപ്രദേശമായിട്ട് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ 3 തരത്തിലാണ് നമ്മുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇതിലെ ഓരോ ഭൂപ്രകൃതി വിഭാഗങ്ങളും നമ്മൾ നോക്കാനായിട്ട് പോവാണ്. ആദ്യമായിട്ട് മലനാടാണ്. ഓക്കെ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഭൂപടത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള വിഭാഗത്തെയാണ് മലനാട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുമായിട്ട് ചേർന്ന് വരുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗം, ആ ഒരു വിഭാഗത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്താണ്? 75 മീറ്ററാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ഒരു ഭാഗം. 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള മേഖലയാണ് മലനാട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ കുന്നുകളും മലകളും പർവ്വതങ്ങളും ഒക്കെയുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ടാണ് അവിടുത്തെ ജനവാസ മേഖലകളാണെങ്കിലും അവിടുത്തെ കൃഷി രീതികളും ആണെങ്കിലും ഒക്കെ തന്നെയും രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാപവുമായിട്ടുള്ള പ്രദേശമാണ് കേരളത്തിൻ്റെ മലനാട് മേഖല എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ മഴ ലഭിക്കുന്ന ഒരു ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് മേഖല. കേരളത്തിൽ 44 നദികളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. 44 നദികളുണ്ട്. ഈ 44 നദികളുടെയും ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് എവിടെ നിന്നുമാണ്? മലനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നുമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഈ ഓരോ ഭൂപ്രകൃതിയും സംബന്ധിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഫാക്റ്റുകൾ പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ SCRTയിൽ നിന്നുമുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം PSCക്ക് പഠിക്കുന്ന സമയത്ത് SCRT എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പുസ്തകമാണ് അല്ലേ. SCRTയിൽ നിന്ന് പരീക്ഷയ്ക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അടുത്തതായിട്ട് ഇടനാടാണ് നമ്മുടെ ഭൂപ്രകൃതി വിഭാഗം. ഇടനാടെന്ന് പറയുന്നത് മലനാടിനും സമുദ്രനിരപ്പിനും ഇടയിലായിട്ട്, അതായത് തീരപ്രദേശത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇടനാട് മേഖല എന്ന് പറയുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാടിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഓക്കെ, 75 മീറ്ററാണ് മലനാടിൻ്റേത് എന്ന് നമ്മൾ പഠിച്ചു.
75 മീറ്ററിൻ്റെ താഴേക്കുള്ള മേഖല, 7.5 മീറ്റർ വരെയും താഴേക്കുള്ള ആ ഒരു മേഖലയാണ് ഇടനാട് എന്ന് പറയുന്നത്. ഇടനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മലനാട് എന്ന് പറയുമ്പോൾ മലനിരകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇടനാടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിത്രം എന്താണ്? അവിടെ ആ മല കഴിഞ്ഞു താഴേക്കുള്ളത് താഴ്വരകളും ചെറു കുന്നുകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാട്ടിലുള്ളത്. പ്രധാനമായിട്ടും കേരളത്തിലെ കുറേയധികം പ്ലെയിൻ ആയിട്ടുള്ള മേഖല, നിരപ്പായിട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെയും ഉൾക്കൊള്ളുന്നത് ഇടനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി വിഭാഗത്തിലാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശം, അപ്പോൾ തീരപ്രദേശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ സംഭവം എന്ന് പറയുന്നത് അല്ലേ? കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും കുറവ് ശതമാനം ഉള്ള ഭൂപ്രകൃതി വിഭാഗവും എന്ത് തന്നെയാണ്? തീരപ്രദേശമാണ്. ഏകദേശം 10% ഭാഗമേ എന്തായിട്ടുള്ളൂ? തീരപ്രദേശമായിട്ട് കേരളത്തിലുള്ളൂ. കടൽ തീരത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് തീരപ്രദേശം. അപ്പോൾ നമ്മൾ ഇടനാടിൻ്റെ ഒരു ഉയരം നമ്മൾ പറഞ്ഞു 7.5 മീറ്റർ വരെയും ഉള്ളതാണ്. 7.5 മുതൽ 75 മീറ്റർ വരെയാണ് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ താഴേക്ക് വരുന്ന മേഖല 7.5 മീറ്റർ വരെയുള്ള ഉയരമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നോക്കിപ്പോയി. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ക്രോഡീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഭൂപ്രകൃതി വിഭാഗം മലനാട്. മലനാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു 75 മീറ്ററിന് മുകളിൽ ഉയരം, പർവ്വതങ്ങളുണ്ട്, കുന്നുകളുണ്ട്, അതുപോലെ തന്നെ നദികളുടെ ഉത്ഭവ സ്ഥാനവുമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇടനാടാണ്. ഇടനാട് മേഖല 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള മേഖലയാണ്. അപ്പോൾ മലനാട് കഴിഞ്ഞ് താഴേക്ക് വരുന്ന മേഖലയായതുകൊണ്ട് തന്നെ അവിടെ ഈ മലകളുടെ താഴ്വരകളുണ്ട്, ചെറിയ കുന്നുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മലനാടിൻ്റെയും തീരപ്രദേശത്തിൻ്റെയും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എന്ത്? ഇടനാട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് തീരപ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ വരെ ഉയരമുള്ള മേഖലയാണ് തീരപ്രദേശം. കടലിനോട് ചേർന്ന് കാണപ്പെടുന്നു, സമുദ്രനിരപ്പിനോട് വളരെ അടുത്ത പ്രദേശവും കൂടിയാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപ സമൂഹത്തെക്കുറിച്ചുകൂടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. കേരളത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ പോലും കേരള തീരമാണ് ലക്ഷദ്വീപ് നിവാസികൾക്ക് അടുത്ത് വരുന്ന ഇന്ത്യയുടെ ഒരു മെയിൻലാൻഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് നമുക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ പറ്റിയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ ആ ഒരു രൂപം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഭാഗം പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി നോക്കി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയാണ്. കേരളം എന്ന് പറയുന്നത് ധാരാളം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഒരു മഴയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ? അതുകൊണ്ട് തന്നെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശമാണ് കേരളം എന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. 2 തരത്തിലുള്ള മഴക്കാലങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് കേരളത്തിൽ ലഭിക്കുന്നത്. അതിൽ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം, അല്ലെങ്കിൽ നമ്മൾ പറയും ഇടവപ്പാതി എന്ന് നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ കാലവർഷം എന്ന് നമ്മൾ വിളിക്കും. അതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ കാലമാണ്. അതിനെ നമ്മൾ വിളിക്കും തുലാവർഷം എന്ന് വിളിക്കും. മലയാള മാസം ഇടവത്തിൻ്റെ പകുതിയോടുകൂടിയാണ്, ഏകദേശം ജൂൺ മാസത്തോടു കൂടിയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ത് ചെയ്യുന്നത്? കേരള തീരത്തിൽ എത്തുന്നത്. അതേസമയം വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്താണ്? മലയാള മാസം തുലാമാസത്തോടു കൂടിയാണ് പെയ്യുന്നത് എന്നാണ് നമ്മുടെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിലാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്നാണ് പറയുക. അപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നടക്കുന്ന കാലഘട്ടമാണ്. ഇനി കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അടുത്ത പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് വേനൽക്കാലം എന്ന് പറയുന്നത് അല്ലേ? മാർച്ച്
മാർച്ച് മുതൽ മെയ് വരെയാണ് ഏകദേശം കേരളത്തിൽ എന്ത് ചെയ്യുന്നത് വേനൽക്കാലം നമുക്ക് അനുഭവപ്പെടുന്നത്. പുസ്തകത്തിൽ മാർച്ച് മുതൽ മെയ് വരെ എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കാലയളവിൽ നമുക്ക് തീർച്ചയായിട്ടും വേനൽക്കാലത്താണ് വളരെയധികം ചൂട് അനുഭവപ്പെടുമെങ്കിൽ പോലും വേനൽക്കാലത്ത് ഇടയ്ക്കിടെ മഴയും ലഭിക്കുന്ന, വേനൽ മഴയും കൂടെ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? കേരളത്തിൻ്റെ കാലാവസ്ഥാ വിഭാഗങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞുപോയി. ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ കാലാവസ്ഥയെ പ്രധാനമായിട്ടും ഭരിക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് മൺസൂൺ എന്ന് പറയുന്നത്, അല്ലേ? മൺസൂൺ എന്ന് പറയുന്നത് എന്താണ്? കാലത്തിനനുസരിച്ച് ദിശ മാറുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഈ മൺസൂൺ കാറ്റുകളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? മഴ ലഭിക്കുന്നത്. അപ്പം ഇതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി, അതല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്ന ഈ ഒരു മഴ എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസങ്ങളിലാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വീശുന്ന കാറ്റുകളുടെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റ് കേരളത്തിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമാണ് ഈ കാറ്റുകൾ വീശുന്നത് എന്ന് പറഞ്ഞു, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീശുന്ന കാറ്റുകളായതുകൊണ്ട് അവിടെ നിന്നും കടലിൻ്റെ മുകളിൽ നിന്നാണ് വീശുന്നത്. തീർച്ചയായിട്ടും നീരാവി പൂരിതമായിട്ടുള്ള കാറ്റായിരിക്കും എന്ത് ചെയ്യുന്നത്? കേരളത്തിലേക്ക് കടന്നു വരുന്നത്, കേരളത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ ഈ കാറ്റുകളെ തടഞ്ഞു നിർത്തുകയും കേരള തീരത്ത് നല്ല രീതിയിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന മഴ എന്ന് പറയുന്നത്. അപ്പോൾ കടലിൽ നിന്ന് വരുന്നതിനാൽ ഈ കാറ്റിൽ നല്ല രീതിയിൽ ജലാംശമുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുകയും കേരളത്തിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാലവർഷം എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലഘട്ടം. വടക്കു കിഴക്കൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് വീശുന്ന കാറ്റുകളുടെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വടക്ക് കിഴക്കൻ ഭാഗത്ത് നിന്നും വീശുന്ന കാറ്റുകളുടെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. തുലാവർഷം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? വടക്ക് കിഴക്കൻ മൺസൂൺ അനുഭവപ്പെടുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. ഈ ഒരു കാറ്റുകൾക്ക് വടക്ക് കിഴക്കൻ ഭാഗത്തു നിന്ന് വീശുന്ന സമയത്ത് ദിശാമാറ്റം സംഭവിക്കുകയും അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലൂടെ കറങ്ങി എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കകത്തേക്ക്, ലാൻഡിനകത്തേക്ക് വീണ്ടും കടന്നു വരികയാണ് ചെയ്യുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നു. കാറ്റുകളുടെ ഒരു ഭാഗം നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൻ്റെ മുകളിലൂടെയാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം കാരണം ശക്തി പ്രാപിക്കുകയും തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പ്രധാനമായിട്ടും മഴ പെയ്യുകയും ചെയ്യുന്നു. കേരളത്തിലും ചെറിയ തോതിലൊക്കെ മഴ ലഭിക്കുന്നു. ഈ മഴക്കാലത്തെ എന്ത് ചെയ്യുന്നു? തുലാവർഷം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൺസൂണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഈ രീതിയിലാണ് മൺസൂൺ കടന്നു പോകുന്നത്. ഇപ്പം എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ, അല്ലെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ചിത്രമാണ് ഇത് എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അറബിക്കടലിൻ്റെ മേഖലയിൽ നിന്നും കേരളത്തിൻ്റെ തീരത്തേക്ക് കടന്നു വരുന്നു. ഇവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. ആ മലനിരകൾ തടഞ്ഞു നിർത്തുകയും കേരള തീരത്തിൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും, ഇവിടെയൊക്കെ ലാൻഡ് ഏരിയ ആണ്, ഇവിടെ നിന്നൊന്നും നീരാവി കിട്ടാനില്ല. അതെന്ത് ചെയ്യുന്നു? ബേ ഓഫ് ബംഗാളിൻ്റെ മുകളിലൂടെ കറങ്ങിപ്പോയിട്ട് ഇവിടെ എത്തുകയും പശ്ചിമഘട്ടത്തിൻ്റെ മേഖലകൾ കാരണം ഈ ഒരു പ്രദേശത്തിൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ തന്നെയും എന്ത് ചെയ്യുന്നു? മഴ പെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പൂർവ്വഘട്ടം, ഇവിടെ പശ്ചിമഘട്ടം ഒക്കെ ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഈ പ്രദേശത്ത് മഴ പെയ്യുകയും ചെയ്യുന്നു. ഇതാണ് മൺസൂൺ കാറ്റുകളുടെയും മൺസൂണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മഴയുടെയും രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ഭാഗമാണ് മണ്ണ് എന്ന് പറയുന്ന ഒരു ഭാഗം. ആദ്യമായിട്ട് മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് നമുക്ക് ബേസിക് ആയിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രദേശത്തെ മണ്ണ് എന്ന് പറയുന്നത് ആ പ്രദേശത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ, അതുപോലെ തന്നെ പാരന്റ് റോക്ക് അല്ലെങ്കിൽ ഈ മണ്ണ് രൂപപ്പെടാൻ കാരണമായിട്ടുള്ള ശിലകളുണ്ടാവും അല്ലേ, പാറകളുണ്ടാവും. ആ പാറകളുടെ ഒരു ഘടന, ആ പ്രദേശത്തുള്ള ഭൂപ്രകൃതി, അവിടെയുള്ള സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ ഒക്കെ തന്നെ പ്രവർത്തന ഫലം അല്ലെങ്കിൽ അവയുടെ അവശിഷ്ടങ്ങൾ
അതിൽ റെസിഡ്യൂ ചെയ്തിട്ടുണ്ടാവുന്ന വെതറിങ് ഉണ്ടാവും അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മണ്ണ് രൂപപ്പെടാനായിട്ട് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മണ്ണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം വർഷങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മണ്ണ് രൂപപ്പെടുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അൺസയൻറ്റിഫിക് ആയിട്ടുള്ള രീതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, കൃത്യമായിട്ടുള്ള രീതികൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും കാരണം മണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ടോപ്പ് സോയിലിൻ്റെ വളക്കൂറൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് പാരിസ്ഥിതികപരമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടെ ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, അടുത്തതായിട്ട് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളെക്കുറിച്ച് ജസ്റ്റ് പേരുകൾ മാത്രം ടെക്സ്റ്റിൽ പറഞ്ഞു പോയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കി പോകണം. ആദ്യമായിട്ട് ചെങ്കല്ല് മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്കുള്ള മണ്ണ്. അതാണ് കേരളത്തിൽ ഏകദേശം പ്രധാനമായിട്ടും നമുക്ക് ലഭ്യമാകുന്ന ഒരു മണ്ണ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ചെമ്മണ്ണുണ്ട്, എക്കൽ മണ്ണ്, വനാന്തര മണ്ണ്, അതുപോലെ തന്നെ കരിമണ്ണ്, പീറ്റ് മണ്ണ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും കേരളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മണ്ണ് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മണ്ണിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് വളരെയധികം കാലങ്ങൾ എടുത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ഒരു മണ്ണ് നശിക്കുന്നുണ്ട് പല ഇടപെടലുകൾ കാരണവും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അനാവശ്യമായിട്ടുള്ള പൊല്യൂഷനുകളോ ഇടപെടലുകളോ ഒക്കെ തന്നെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണ് നശിക്കുന്നുണ്ട്. മണ്ണിങ്ങനെ നശിക്കാനായിട്ട് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലാദ്യമായിട്ടുള്ള കാര്യമാണ് രാസവളത്തിൻ്റെയും കീടനാശിനിയുടെയും ഒക്കെ പ്രയോഗം എന്ന് പറയുന്നത്. മണ്ണിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെയോ ഒക്കെ മേഖലകളെക്കുറിച്ചിട്ടോ കാര്യങ്ങളെക്കുറിച്ചിട്ടോ സയൻറ്റിഫിക് ആയിട്ട് പഠിക്കാതെ രാസവളങ്ങളോ കീടനാശിനികളോ അമിതമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് മണ്ണിൻ്റെ വളക്കൂറ് നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൂടാതെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, നമുക്കറിയാം മണ്ണിൽ ലയിച്ചു ചേരാത്തൊരു വസ്തുവാണ് അല്ലേ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അശാസ്ത്രീയമായിട്ടുള്ള ഖനനം, പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക രീതികൾ, ഇതൊക്കെ തന്നെയും മണ്ണിൻ്റെ നാശത്തിന് കാരണമായിട്ട് വരുന്നു. ഇനി മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ? ടോപ്പ് സോയിൽ അങ്ങ് ഒലിച്ചു പോകും മഴയുടെ ഫലമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ പ്രദേശത്ത് പിന്നെ നല്ല രീതിയിൽ കൃഷിയൊന്നും വരാതെ വരുന്നു. ഈ മണ്ണൊലിപ്പ് തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ എന്ന് പറയുന്നത് മരങ്ങൾ നടുക. അപ്പോൾ മരത്തിൻ്റെ വേരുകൾ കാരണം മണ്ണൊലിപ്പ് ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നു. പിന്നെ കയ്യാലകൾ അല്ലെങ്കിൽ കല്ല് കയ്യാലകൾ നിർമ്മിക്കുക, പിന്നെ തട്ടായിട്ടുള്ള കൃഷി അല്ലെങ്കിൽ ടെറസ് കൾട്ടിവേഷൻ നടത്തുക എന്നുള്ളതൊക്കെ മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കുന്ന മാർഗങ്ങളാണ്. ഓക്കെ, ഇനി ടെക്സ്റ്റിൽ പറഞ്ഞു പോയിട്ടുള്ള അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ ജലസ്രോതസ്സുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ടും മഴയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന അല്ലെങ്കിൽ വളരെ വലിയ തോതിൽ മഴ ലഭിക്കുന്ന ഒരു മേഖലയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് പുഴകൾ, തടാകങ്ങൾ, കുളങ്ങൾ, കായലുകൾ ഒക്കെ തന്നെ കൊണ്ട് സമ്പുഷ്ടമാണ്. 44 നദികളാണ് നമുക്കിവിടെ ഉള്ളത്. അതിൽ 3 നദികൾ കിഴക്കോട്ടും അതുപോലെ 41 നദികൾ പടിഞ്ഞാറോട്ടുമായിട്ടാണ് ഒഴുകുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? പുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ജലം ലഭ്യമാകുന്ന പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തിലൊക്കെ തന്നെയും ജലം ലഭ്യമാകുമെങ്കിൽ പോലും പല സമയങ്ങളിലും കുടിവെള്ളത്തിനുള്ള ലഭ്യത കുറവ്, അല്ലെങ്കിൽ നല്ല ജലം, ശുദ്ധമായിട്ടുള്ള ജലം ലഭിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കൺസേണുകളും എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജലമലിനീകരണം തന്നെയാണ് അല്ലേ? അപ്പോൾ ജലമലിനീകരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് മാലിന്യങ്ങളുടെ തള്ളൽ, അല്ലെങ്കിൽ ജലസ്രോതസ്സുകളിൽ മാലിന്യം കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക, വ്യാവസായികമായിട്ടുള്ള മാലിന്യം അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് തുറന്നു വിടുക, ഇതൊക്കെ തന്നെ ജലത്തിൻ്റെ മലിനീകരണത്തിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. ഇനി ജലസ്രോതസ്സുകളെ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകണം എന്നുള്ളത് നമുക്കറിയാം. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ജലസ്രോതസ്സുകളെ ഉള്ള ജലത്തിനെ മലിനമാക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലേ? പിന്നെ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിയമങ്ങൾ സർക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളൊക്കെ തന്നെ പാലിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാനുള്ള നമ്മുടെ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ജലസ്രോതസ്സുകളുടെ
ആ ഒരു സംരക്ഷണത്തെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു പട്ടിക നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു SCERT പുസ്തകത്തിലുള്ള ഭാഗമാണ്. അപ്പോൾ PSC പഠിക്കുന്നവർക്ക് അറിയാം SCERTയിൽ കൊടുത്തിട്ടുള്ള ഇത്തരത്തിലുള്ള പദ്ധതികളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അല്ലേ, ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പം ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, ഈ പദ്ധതികളുടെ നിർവഹണം അല്ലെങ്കിൽ നടത്തിപ്പ് നടത്തുന്ന മേഖലകൾ, അതൊക്കെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഈ പട്ടികയ്ക്കകത്ത് തന്നിട്ടുള്ളത്. അതിലാദ്യമായിട്ടുള്ള പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ള പദ്ധതി. ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ഹരിത കേരളം മിഷനാണ്. ഹരിത കേരളം മിഷനാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളൊരു ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നത്. പിന്നെന്താ അടുത്തത്? മാലിന്യമുക്തം നവകേരളം എന്നുള്ള പദ്ധതിയാണ്. മാലിന്യമുക്തം നവകേരളം നടത്തിക്കുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ തന്നെ നടത്തുന്ന പദ്ധതികളാണ്. ഈ നവകേരളം വെച്ച് വരുന്ന ഈ 2 പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് എന്ന് ആലോചിച്ച് വെക്കുക. പിന്നെന്താണ്? ജലജീവൻ മിഷൻ ഉണ്ട് അല്ലെ. ജലജീവൻ മിഷൻ നടത്തുന്നത് കേന്ദ്ര സർക്കാരുമാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പദ്ധതികൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പദ്ധതികളുടെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണ്. അപ്പം അത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട കാർഷിക വിളകളെ കുറിച്ച് കൂടെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. നമ്മുടെ ഭൂപ്രകൃതി വിഭാഗം, ആ ഭൂപ്രകൃതി വിഭാഗം അനുസരിച്ചിട്ടാണ് ഓരോ പ്രദേശത്തുമുള്ള വിളകൾ അല്ലെങ്കിൽ കൃഷികൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അതിൽ തന്നെ മലനാട് മേഖലയിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഉയരമുള്ള പ്രദേശമാണ്, മഴ വളരെയധികം ലഭിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ നിറഞ്ഞിട്ടുള്ള കാലാവസ്ഥയാണ് മലനാട് മേഖലകളിൽ ഉണ്ടാവുക. ആ പ്രദേശത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കൃഷികൾ എന്ന് പറയുന്നത് റബ്ബർ, തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ തന്നെയാണ്. ഇതിൽ വയനാട് ജില്ലയിലുള്ള തേയില, കാപ്പി, അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏലം, കുരുമുളക്, ഇതൊക്കെ തന്നെയും എന്താണ് ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെന്താണ്? ഇടനാട് മേഖലയാണ്. ഇടനാട് മേഖലയിൽ നമുക്ക് നെല്ല്, തെങ്ങ്, മരച്ചീനി, വാഴ, പച്ചക്കറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. കാരണം ഇടനാട് മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതി മേഖലയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നെല്ല്, തെങ്ങ്, മരച്ചീനി, വാഴ, പച്ചക്കറികളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക ഇടനാട് മേഖലയിൽ കാണുക. പിന്നെ തീരപ്രദേശത്ത് നമുക്ക് എന്താണ്? നെല്ലും തെങ്ങും ഒക്കെ തന്നെ കാണാം. ഇത് കൂടാതെ തീരപ്രദേശത്ത് കാണുന്ന കായലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, നീരുറവകളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യകൃഷിയും വ്യാപകമായിട്ട് നമുക്ക് കാണാറുണ്ട് എന്നുള്ളത് നോക്കി വയ്ക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഒരു പ്രദേശത്തെ കാർഷിക മേഖലയെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ഈ ഒരു വിളകൾ തന്നെ നടത്തുന്നത്, ഈ മേഖലയിൽ ഈ ഒരു കൃഷി തന്നെ നടത്തുന്നത്? അപ്പോൾ ആ ഒരു പ്രദേശത്തെ കൃഷിയെ അല്ലെങ്കിൽ വിളകളുടെ ആ ഒരു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അല്ലേ. അതിൽ പ്രധാനമായിട്ടും അനുകൂലമായിട്ടുള്ള ഭൂപ്രകൃതിയാണോ എന്നുള്ളത്, മലനാടാണോ, ഇടനാടാണോ, തീരപ്രദേശമാണോ, അവിടുത്തെ കാലാവസ്ഥയാണോ എന്നുള്ളത്. പിന്നെന്താണ്? വളക്കൂറുള്ള മണ്ണ്, ആ പ്രദേശത്തുള്ള മണ്ണ് ഏത് രീതിയിലാണോ ലഭ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ വിളകൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, ഇനി ലഭ്യമായിട്ടുള്ള കാലാവസ്ഥ, ആ പ്രദേശത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണ്, മഴ ലഭിക്കുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും അവിടുത്തെ കൃഷി രീതികൾ ഉണ്ടാവുക. മൺസൂണിൻ്റെ മഴ ലഭിക്കുന്നുണ്ടോ, മിതമായിട്ടുള്ള താപനിലയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് അവിടുത്തെ കൃഷികൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് ജലലഭ്യതയാണ്. പുഴകൾ, കായലുകൾ, അതുപോലെ തന്നെ മഴയുടെ ലഭ്യത, ഇതിനെയൊക്കെ അനുസരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജലലഭ്യതയെ കൂടെ ആശ്രയിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കൃഷി രീതികൾ ഒരു പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും അതുപോലെ തന്നെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വിഷു, ഓണം, ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ആഘോഷിച്ചു വരുന്ന പ്രധാനപ്പെട്ട ആഘോഷങ്ങളാണ് അല്ലേ. ഇതൊക്കെ തന്നെയും രൂപപ്പെട്ടിട്ടുള്ളത്, ആദ്യകാലങ്ങളിൽ ഇവയൊക്കെ തന്നെയും രൂപപ്പെട്ടിട്ടുള്ളത് ആ ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ തന്നെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓക്കെ, മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളം കളി മത്സരങ്ങൾ അല്ലേ, വള്ളം കളി മത്സരങ്ങൾ, അവിടുത്തെ ഭൂപ്രകൃതി, കായൽ അല്ലെങ്കിൽ തീരപ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കായൽ മേഖല, ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് അല്ലേ ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ ഈ ഒരു കാര്യം രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതുകൂടാതെ വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് പോലെയുള്ള മത്സരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ആഘോഷങ്ങളുടെ ഉദാഹരണമാണ് എന്ത് ഈ ഒരു
പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള കുറേയധികം ആഘോഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിളവൈവിധ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷിയെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു പോയില്ലേ. ഇപ്പോൾ ഓരോ മേഖലയിലും ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള വിളവൈവിധ്യത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിപ്പോവാം. അതിൽ മലനാട് എന്ന് പറയുന്ന മേഖല സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരക്കൂടുതലുള്ള മേഖലയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് മഴ നല്ല രീതിയിൽ ലഭിക്കും, മിതമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് അടങ്ങിയിട്ടുള്ള ഭൂപ്രകൃതി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയെ ആശ്രയിച്ചുകൊണ്ട് തേയില, ഏലം, കാപ്പി, കുരുമുളക് ഇങ്ങനെയുള്ള വിളകളൊക്കെയാണ് ഉണ്ടാവുക. മലനാട് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇടുക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം തന്നെ കുരുമുളകും അല്ലെങ്കിൽ കുറച്ച് തേയില പ്ലാന്റേഷനും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക തന്നെ ചെയ്യുക അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് മലനാട്ടിലുള്ള വിളകൾ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇടനാട്ടിലുള്ള വിളവൈവിധ്യമാണ്. ഇടനാടെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്ലെയിൻ മേഖലയായി, അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭൂപ്രകൃതിയുടെയും മണ്ണിൻ്റെയും സവിശേഷതയെ അവലംബിച്ചുകൊണ്ട് അവിടെ മരച്ചീനി, ചേമ്പ്, ചേന ഇതുകൂടാതെ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കൂടാതെ അവിടെ വാഴക്കൃഷി, റബ്ബർ കൃഷി ഇതൊക്കെ തന്നെ വ്യാപകമായിട്ട് വരുന്ന കൃഷികളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ഈ കൂട്ടത്തിൽ തന്നെ തീരപ്രദേശത്തുള്ള കൃഷിരീതി എന്ന് പറയുമ്പോൾ തീരപ്രദേശം എന്തായി, കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന മേഖലയാണ് അല്ലേ. ഇവിടെ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട്. കാരണം കടലുണ്ട്, അതുകൊണ്ട് തന്നെ കടലിലേക്ക് ചേരാനായിട്ട് ഒഴുകിയെത്തുന്ന നദികൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന അവസാദങ്ങളൊക്കെ കൂടുതലായിട്ടും തീരപ്രദേശ മേഖലകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അതുകൊണ്ട് തീരപ്രദേശത്തുണ്ടാവുന്ന ഈ ഒരു എക്കൽ മണ്ണിന്റെ സാന്നിധ്യം കാരണം നെൽകൃഷിക്ക് വളരെയധികം അനുയോജ്യമാണ് തീരപ്രദേശ മേഖല എന്ന് പറയുന്നത്. ഓക്കെ, തെങ്ങ് കൃഷി സമൃദ്ധമായിട്ട് കൂടെ എവിടെ കാണാനായിട്ട് പറ്റും, തീരപ്രദേശ മേഖലകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. തീരപ്രദേശമാകുമ്പോഴത്തേക്ക് കടലിനോട് ചേരുന്നത് കൊണ്ട് തന്നെ ഉപ്പുരസമുള്ള മണ്ണായിരിക്കും അവിടെ കൂടുതൽ ഭാഗങ്ങളിലും കാണാനായിട്ട് പറ്റുക. അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ ഒരു വിളയും കൂടെ നമുക്ക് അവിടെ സമൃദ്ധമായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കായലുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യകൃഷിയും കൂടെ തീരപ്രദേശത്ത് വളരെ വ്യാപകമാണ്. അടുത്തതായിട്ട് തൊഴിലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. തൊഴിലിനെ സ്വാധീനിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുള്ള തൊഴിൽ രീതികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പല കാര്യങ്ങളുമുണ്ട് അല്ലേ. അപ്പം കേരളത്തിലുള്ള ഈ തൊഴിൽ രീതികളെ സ്വാധീനിക്കുന്നത് കേരളത്തിൻ്റെ പ്രധാനമായിട്ടും ഭൂപ്രകൃതി, കേരളത്തിലുള്ള കാലാവസ്ഥ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടുത്തെ തൊഴിൽ രീതികളും രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിൽ പ്രധാനമായിട്ടും മത്സ്യബന്ധനം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ കുന്നിൻ ചെരുവ് മേഖലകളിൽ അല്ലെങ്കിൽ ഇടനാടിൽ ഇവിടെയൊക്കെ നെൽകൃഷി, തോട്ടവിളകൾ ഇതൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും രൂപപ്പെട്ടിട്ടുണ്ടാവുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും ആ മേഖലകളിൽ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇത് കൂടാതെ മൺപാത്ര നിർമ്മാണം, കളിമണ്ണ് ലഭിക്കുന്ന പ്രദേശങ്ങളിലായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ. നെൽകൃഷി എന്ന് പറയുന്നത് വയലുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഇടനാട് മേഖലകളിലാണ് നെൽകൃഷി നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുക. ഇതുകൂടാതെ മത്സ്യബന്ധനം, കായലുകൾ, പുഴകൾ, കടൽ തീരങ്ങൾ ഇങ്ങനെയുള്ള ഭൂപ്രകൃതികൾ എവിടെയൊക്കെ ഉണ്ടോ ആ പ്രദേശങ്ങളിലായിരിക്കും മത്സ്യബന്ധനം കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ റബ്ബർ ടാപ്പിംഗ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു റബ്ബർ ടാപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൊഴിലുകൾ റബ്ബർ തോട്ടങ്ങളുള്ള മലനാടൻ പ്രദേശങ്ങളിൽ വ്യാപകമായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി കപ്പ കൃഷി അല്ലെങ്കിൽ മരച്ചീനി കൃഷി എന്ന് പറയുന്നതും കപ്പയുടെ ആ ഒരു ഉൽപ്പാദനം വളരെ കൂടുതലുള്ള ഇടനാട് മേഖലകളിൽ കാണാനായിട്ട് പറ്റും. ഇനി ഇതുകൂടാതെ മലനാടൻ മേഖലകളിലാണ് തേയില, കാപ്പി ഇതൊക്കെ കൂടുതലായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും എവിടെ ഉണ്ടാവുക, മലനാട് മേഖലകളിലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിലെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ദുരന്തങ്ങളും ദുരന്ത നിവാരണവും എന്ന് പറയുന്നത്. ചില ദുരന്തങ്ങൾ പ്രകൃതിദത്തമാണെങ്കിൽ മറ്റു ചിലത് എന്തുകൊണ്ടാണ്, മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിലെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്ന സമയത്ത് വെള്ളപ്പൊക്കം,
അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ, ഇതൊക്കെ ദുരന്തങ്ങളുടെ പ്രകൃതി കാരണമുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രകൃതിയാൽ ഉണ്ടാവുന്ന കുറേയധികം ദുരന്തങ്ങളുടെ ഉദാഹരണങ്ങളാണ് വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയുന്നത്. വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള മഴ കാരണം ജലാശയങ്ങളൊക്കെ കരകവിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണെങ്കിൽ, ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പോൾ കുന്നിൻ ചെരുവ് മേഖലകളിലാണ് ഉണ്ടാവുക. ആ പാറകൾ ഒക്കെ ഇടിഞ്ഞു വീഴുകയും അത് കാരണം വളരെയധികം എന്താ പറയുക, ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ നഷ്ടം വരുന്ന ഒരു കാര്യമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കുറേ ദുരന്തങ്ങളും എന്താണ്, നമ്മുടെ ഭൂപ്രകൃതി മേഖലയെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക അല്ലേ. ഓക്കെ, ഇതുകൂടാതെ ഭൂകമ്പം കേരളത്തിലൊന്നും അധികമായിട്ട് നമുക്ക് അനുഭവപ്പെടാത്ത ഒരു പ്രകൃതി ദുരന്തമാണ് ഭൂകമ്പം എന്ന് പറയുന്നത്. നമുക്കങ്ങനെയൊന്നും വരാറില്ല. ഇതുകൂടാതെ സുനാമി, അതുപോലെ തന്നെ വരൾച്ച, ഇതൊക്കെ എന്താണ്, പ്രകൃതി ദുരന്തങ്ങളുടെ മേഖലയിൽ വരുന്നതാണ്. ഇതിൽ തന്നെ സുനാമി, വരൾച്ചയൊക്കെ നമുക്ക് കേരളത്തിലും അനുഭവപ്പെടുന്ന പ്രകൃതി ദുരന്തങ്ങളാണ്. ഓക്കെ, ഇനി മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞൂലേ. അതിൽ പ്രധാനമായിട്ടും തീപിടുത്തങ്ങൾ, അതേപോലെ തന്നെ വലിയ രീതിയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കളുടെ ചോർച്ച കാരണം ഉണ്ടാകുന്ന ആളപായം, ഇതൊക്കെ എന്താണ്, മനുഷ്യനിർമ്മിതമായിട്ട് വരുന്ന ദുരന്തങ്ങളാണ്. ഓക്കെ, ഇനി കേരളത്തിൽ സമീപകാലത്ത് നടന്നിട്ടുള്ള കുറച്ചധികം ദുരന്തങ്ങളുണ്ട് അല്ലേ. പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നമ്മൾ പറഞ്ഞും കേട്ടും കണ്ടുമൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ കേരളത്തിൽ അടുത്ത ഇടയ്ക്ക് ഉണ്ടാവുകയുണ്ടായി. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് നോക്കിപ്പോണം. അപ്പോൾ അതിൻ്റെ വർഷങ്ങളും തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിലൊരെണ്ണമാണ് 2004 കേരള തീരത്തിലുണ്ടായ സുനാമി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഇത് എഫക്റ്റ് ചെയ്യുകയും ഒരുപാട് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രകൃതി ദുരന്തമായിരുന്നു 2004 അനുഭവപ്പെട്ടിട്ടുള്ള സുനാമി എന്ന് പറയുന്നത്. പിന്നെ 2018 പ്രളയം നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലേ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു ആ സമയത്ത് അനുഭവപ്പെട്ടത്. ഇതുകൂടാതെ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും മലപ്പുറം ജില്ലയിലുള്ള കവളപ്പാറ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഉരുൾപൊട്ടൽ കാരണം വലിയൊരു ദുരന്തം ഉണ്ടാവുകയും ചെയ്തു അല്ലേ. ഇനി 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉണ്ടാവുകയുണ്ടായി. അതും ഇടുക്കി ജില്ലയിലുള്ള പെട്ടിമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്താണ് ദുരന്തം അനുഭവപ്പെട്ടത്. ഓക്കെ, ഇനി ദുരന്തങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു, ഇത്തരത്തിലൊക്കെയാണ് ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞു. ഇവയൊക്കെ ലഘൂകരിക്കാൻ അല്ലെങ്കിൽ അത് കാരണമുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെ നമുക്ക് നല്ല രീതിയിലൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്ത് ജനജീവിതം വീണ്ടും സുഗമമാക്കുക എന്ന് പറയുന്നത് എന്താണ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ദുരന്തത്തിന് ശേഷമുള്ള ഒരുക്കങ്ങളും ഒക്കെ തന്നെയും നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് അല്ലേ. അതിൽ ദുരന്ത നിവാരണവും ലഘൂകരണവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവയുടെ ആഘാതം കുറയ്ക്കാനും ജനങ്ങളെ ആ ദുരന്തം നടക്കുന്ന സമയത്ത് സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ദുരന്ത നിവാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദുരന്ത നിവാരണത്തിന് വ്യത്യസ്തമായിട്ടുള്ള ഘട്ടങ്ങളുണ്ട്. പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളാണ് ദുരന്ത നിവാരണത്തിനുള്ളത്. അതിലെ ആദ്യത്തെ ഘട്ടമാണ് ദുരന്ത പൂർവ്വ നിവാരണം, ദുരന്തത്തിന് മുൻപുള്ള നിവാരണം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ദുരന്തം അനുഭവപ്പെടുന്ന ഒരു മേഖല നമുക്ക് എന്താണ്, ഇത്തരത്തിൽ ഇപ്പോൾ മലനാട് പ്രദേശമാണ്, അപ്പം തന്നെ അവിടെ കുറേ കുന്നുകളും അല്ലെങ്കിൽ മലകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഉണ്ടാകുന്ന ഒരു മേഖലയാണത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂലേ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി അവിടെ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പടിയാണ് ദുരന്തപൂർവ്വ നിവാരണം അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് എടുക്കുന്ന മുൻകരുതലുകളാണിവ എന്ന് പറയുന്നത്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ പടി എന്ന് പറയുന്നത്. ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് എന്നുണ്ടെങ്കിൽ, ഉരുൾപൊട്ടൽ എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ടാകും, നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് ജനങ്ങളെ അറിയിക്കാം. അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ഇത്തരത്തിലുള്ള സൂചനകളായിരിക്കും നൽകുക. ആ സൂചന മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അവിടെ നിന്നും മാറുക. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പം നമ്മൾ ന്യൂസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന പലതരം അലേർട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളൊരു അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സുരക്ഷിതമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക.
എപ്പോഴെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നു, അവിടുത്തെയുള്ള ജനങ്ങളെ എല്ലാം പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ജനങ്ങളെ ആ സമയത്ത് സംരക്ഷിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഷെൽട്ടറുകൾ വേണം അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർമ്മിച്ചു വെക്കുക. അതുപോലെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ദുരന്ത നിവാരണം വരികയാണെങ്കിൽ ആർക്കെങ്കിലും വീട് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അവരുടെ സ്വത്ത് നഷ്ടപ്പെട്ടാൽ ഇത്ര രൂപ ധനസഹായം, ഇത്ര രൂപ ധനസഹായം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പത്രത്തിലൂടെയൊക്കെ വായിക്കും അല്ലെങ്കിൽ ന്യൂസിൽ കാണാറുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സ്കീമുകളൊക്കെ സർക്കാർ അവതരിപ്പിക്കും. ഇത്തരത്തിലുള്ള സ്കീമുകളൊക്കെ അവർ തീരുമാനിക്കുന്നതും പാസ്സാക്കുന്നതും ഒക്കെ തന്നെയും എന്താണ്? ദുരന്ത പൂർവ്വ നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, അടുത്ത കാര്യം എന്ന് പറയുന്നത് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനമാണ്. ഇനി ഇത്രയൊക്കെ നമ്മൾ മുന്നൊരുക്കങ്ങൾ എടുത്ത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ദുരന്തം സംഭവിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദുരന്തം സംഭവിച്ച സമയത്ത് ഈ ഒരു ആളപായം അല്ലെങ്കിൽ ആളുകളുടെ സ്വത്തിനുണ്ടാകുന്ന അപായം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമം നമുക്ക് നടത്താൻ പറ്റൂലേ? അതാണ് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഈ സമയത്ത് ദുരന്തം ഉണ്ടാകുമ്പോൾ നടത്തേണ്ട അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മളോട് ദുരന്ത സമയത്തെ പ്രവർത്തനത്തിൽ വരുന്നതാണോ കെട്ടിട നിർമ്മാണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ല എന്ന് നമുക്ക് മനസ്സിലാവൂലേ? ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടോ കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടോ ഇരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല. ഇവിടെ ദുരന്തം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ, ആളുകളെ രക്ഷിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുക, അവിടേക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം, ഭക്ഷണം, മരുന്ന്, ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് മുറിവുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള വൈദ്യസഹായം എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾക്കൊള്ളുന്നവയാണ്. ഡ്യൂറിങ് ഡിസാസ്റ്റർ റെസ്പോൺസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത്, ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു, ഒരു പ്രദേശത്തെ ദുരന്തം ആവേശിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ദുരന്താനന്തരമുള്ള, ഈ ദുരന്തത്തിന് ശേഷമുള്ള ഒരു പുനരധിവാസം എന്ന് പറയുന്ന ഒരു വലിയ കാര്യം, ഒരു വലിയ കടമ്പ മുൻപിൽ കിടക്കുകയാണ് അല്ലേ? പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദുരന്തം സംഭവിച്ചു, ആൾക്കാർക്കൊക്കെ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആൾക്കാരുടെ വീടും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുടെ ജീവനൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിന്നും ജനവാസം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല സ്റ്റെപ്പുകളും നമുക്ക് കൈക്കൊള്ളാനായിട്ട് പറ്റും. ആ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഭാഗമാണ് ദുരന്താനന്തര പുനരധിവാസം എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഈ സമയത്ത് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരന്തം സംഭവിച്ചു, അതിനുശേഷം സാധാരണ ജീവിതം തിരികെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു സ്റ്റെപ്പിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. അതായത് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ പുനർനിർമ്മിക്കുക, അവരുടെ എന്തെങ്കിലുമൊക്കെ ജീവിതോപാധികളാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ തൊഴിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തൊഴിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെ അവർക്ക് തിരിച്ച് എത്തിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ സ്വത്ത് നഷ്ടപ്പെട്ടതോ ഒക്കെ കാരണം വളരെ തകർന്നിരിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള പിന്തുണകൾ നൽകുക. ഇവയൊക്കെ ഉൾക്കൊള്ളുന്നത് ദുരന്താനന്തര പുനരധിവാസം എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിനകത്താണ്. ഓക്കെ, ഇനി ഒരു പ്രദേശത്ത് ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുരന്തം സംഭവിക്കാനിടയുള്ള ഒരു പ്രദേശമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ദുരന്തത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ പല വകുപ്പുകൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. അങ്ങനെയുള്ള വകുപ്പുകളാണ് അതിലെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, അതുപോലെ സംസ്ഥാന ദുരിതാശ്വാസ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, അതുപോലെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദേശീയ ദുരന്ത പ്രതികരണ സേന, അതോടൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ദുരന്തം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, കേരള ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഒന്നിച്ച് കവർ ചെയ്തു പോയി. 5ാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിന്നുമുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.